വലിയ തിയേറ്റർ ആഘോഷങ്ങളോ സൂപ്പർ താരങ്ങളോ ഇല്ലെങ്കിലും മികച്ച കഥ കൊണ്ടും മേക്കിംഗ് കൊണ്ടും അവാർഡ് വേദികളിൽ മലയാളത്തിന്റെ തല ഉയർത്തിയ ഒരു 5 മികച്ച സിനിമകൾ. ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു 5 ഓഫ് ബീറ്റ് ചിത്രങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് അടുത്തിടെ രാജ്യാന്തര ചലച്ചിത്ര മേളകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഇന്ദു ലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം എന്ന ചിത്രമാണ്. ജഗദീഷ്, അനഘ രവി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും OTT റിലീസിന് ശേഷം മികച്ച പ്രതികരണമാണ് നേടിയത്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഇന്നും വേരൂന്നി നിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അതിനെ ചൂഷണം ചെയ്യുന്ന ചില മനുഷ്യരും അതിനിടയിൽ പെട്ടുപോകുന്ന ഒരു സാധാരണ കുടുംബത്തിന്റെ കഥയുമാണ് ഈ ചിത്രം പറയുന്നത്. ജഗദീഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും ഒടുവിൽ അയാൾ ചെന്നുപെടുന്ന മാനസിക സംഘർഷങ്ങളുമാണ് സിനിമയുടെ കാതൽ. കോമഡി വേഷങ്ങളിൽ നിന്ന് മാറി അടുത്ത കാലത്തായി ജഗദീഷ് എന്ന നടൻ ചെയ്യുന്ന സീരിയസ് വേഷങ്ങളുടെ മറ്റൊരു മികച്ച ഉദാഹരണമാണ് ഈ ചിത്രം. 4ാം സ്ഥാനത്ത് വരുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ ദേശീയ സംസ്ഥാന അവാർഡുകളിൽ വലിയ നേട്ടം കൊയ്ത ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന ചിത്രമാണ്. വിനയ് ഫോർട്ട് ഒഴികെ ബാക്കി ഭൂരിഭാഗം അഭിനേതാക്കളും പുതുമുഖങ്ങളോ നാടക കലാകാരന്മാരോ ആയിരുന്ന ഈ ചിത്രം ഒരു സസ്പെൻസ് ചേംബർ ഡ്രാമയാണ്. ഒരു നാടക ഗ്രൂപ്പിലെ ഏക പെൺകുട്ടിക്ക് നേരെ ഉണ്ടാകുന്ന ഒരു അതിക്രമവും അതിനെ തുടർന്ന് ആ ഗ്രൂപ്പിലെ പുരുഷന്മാരുടെ നിലപാടുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. പുരുഷാധിപത്യ ചിന്താഗതികളെയും സമൂഹത്തിന്റെ കപട സദാചാരത്തെയും ഇത്രയും കൃത്യമായി തുറന്നു കാണിച്ച മറ്റൊരു സിനിമ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല. ഒരു മുറിക്കുള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങളിലൂടെ തന്നെ പ്രേക്ഷകരെ 2 മണിക്കൂറോളം പിടിച്ചിരുത്താൻ കഴിയുമെന്നതിന് മികച്ച ഉദാഹരണമാണ് ഈ ചിത്രം. ഓരോ കഥാപാത്രങ്ങളുടെയും പെർഫോമൻസും ചിത്രത്തിന്റെ തിരക്കഥയും നിങ്ങളെ സ്ക്രീനിലേക്ക് ഒട്ടിപ്പിച്ചിരുത്തും എന്നുറപ്പാണ്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് സെൽഫ് ഡിസ്കവറിയുടെ കഥ പറയുന്ന പൂവ് എന്ന ചിത്രമാണ്. KPC ലീല, മീനാക്ഷി, അനൂപ് തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം മനുഷ്യന്റെ ആത്മപരിശോധനകളെയും പ്രകൃതിയോടുള്ള ബന്ധത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. വലിയ ഡയലോഗുകളോ നാടകീയതയോ ഇല്ലാതെ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണിത്. ഒരു കൊച്ചു പെൺകുട്ടിയുടെയും പ്രായമായ സ്ത്രീയുടെയും കാഴ്ചപ്പാടിലൂടെയാണ് സിനിമ വികസിക്കുന്നത്. ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾക്കപ്പുറം പ്രകൃതിയിലെ ചെറിയ മാറ്റങ്ങളും സ്നേഹവും എങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നതെന്ന് സിനിമ കാണിച്ചു തരുന്നു. 2ാം സ്ഥാനത്ത് വരുന്നത് സംസ്ഥാന അവാർഡുകളിൽ മികച്ച വിജയം നേടിയ ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെ എന്ന ചിത്രമാണ്. വ്യത്യസ്ത പ്രായത്തിലും സാഹചര്യങ്ങളിലുമുള്ള 5 സ്ത്രീകളുടെയും ഒരു ട്രാൻസ്മാന്റെയും ജീവിതത്തിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. KFDC വനിതാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിർമ്മിച്ച ഈ ചിത്രത്തിലൂടെ ശ്രുതി ശരണ്യം എന്ന നവഗാത സംവിധായിക മലയാള സിനിമയിൽ ഇന്ന് വരെ ആരും ചർച്ച ചെയ്യാൻ മടിച്ച ബോഡി പൊളിറ്റിക്സ് വളരെ കൃത്യമായി സ്ക്രീനിലെത്തിച്ചു. ഒരു സ്ത്രീയുടെ സ്ഥാനങ്ങൾ എപ്പോഴും ലൈംഗികതയുടെ മാത്രം അടയാളമായി കാണുന്ന സമൂഹത്തിന് നേരെ ഈ സിനിമ വലിയ ചോദ്യങ്ങൾ എറിയുന്നുണ്ട്. ക്യാൻസർ വന്ന് സ്ഥലം നീക്കം ചെയ്യേണ്ടി വന്ന മാലിനി, തനിക്ക് വലിപ്പമില്ലാത്തതിന്റെ പേരിൽ ജോലിയിൽ മാറ്റി നിർത്തപ്പെട്ട ഇമാൻ, തന്റെ സ്ഥാനങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്ന ട്രാൻസ്മാനായ സിയ, അങ്ങനെ 6 പേരുടെ കഥയാണ് ഈ സിനിമ. ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി എന്തെന്ന് വെച്ചാൽ ഒരാളുടെ പ്രശ്നം മറ്റൊരാളുടെ ആവശ്യമായി മാറുന്ന രീതിയിലാണ് തിരക്കഥ മെനഞ്ഞിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ സിനിമകൾ എപ്പോഴും മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ മടിക്കുന്ന വിഷയങ്ങളെ യാതൊരുവിധ ഒളിച്ചുവെക്കലും ഇല്ലാതെ അവതരിപ്പിച്ചെന്നത് തന്നെയാണ് ഈ സിനിമയെ അവാർഡ് കാറ്റഗറിയിൽ മികച്ച ഒന്നാക്കി മാറ്റുന്നത്. ഇനി ഒടുവിൽ നമ്മുടെ ലിസ്റ്റിലെ 1ാം സ്ഥാനം ഇന്ത്യൻ പനോരമയിലും നിരവധി അന്താരാഷ്ട്ര മേഖലകളിലും കയ്യടി നേടുകയും മികച്ച ചിത്രത്തിനുള്ള അവാർഡുകൾ സ്വന്തമാക്കുകയും ചെയ്ത തരുൺ മൂർത്തിയുടെ സൗദി വെള്ളക്ക. കൊച്ചിയിലെ സൗദി എന്ന സ്ഥലത്ത് ഒരു ചെറിയ കുട്ടിയും ആയിഷുമ എന്ന വൃദ്ധയും തമ്മിലുണ്ടാകുന്ന ഒരു നിസാര തർക്കത്തിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ആ തർക്കം ഒരു കോടതി കേസാകുകയും പിന്നീട് നീണ്ട 14 വർഷക്കാലം ആ കേസ് കോടതിയുടെ വരാന്തകളിൽ വലിച്ചിഴപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു ചെറിയ വാശി എങ്ങനെയാണ് ഒരു കൂട്ടം സാധാരണക്കാരായ മനുഷ്യരുടെ ആയുസ്സും സമാധാനവും കവർന്നെടുക്കുന്നതെന്നാണ് സിനിമയുടെ കാതൽ. ഓപ്പറേഷൻ ജാവയ്ക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ഈ ചിത്രം ഇന്ത്യൻ പനോരമയിൽ ഒഫീഷ്യൽ സെലക്ഷൻ നേടിയ ഒന്നാണ്. ആയിഷുമായി അഭിനയിച്ച ദേവി വർമ്മയുടെയും ലുക്മാൻ, ബിനു പപ്പു എന്നിവരുടെയും പ്രകടനം പ്രേക്ഷകരുടെ കണ്ണു നിറയിക്കും. തിയേറ്ററിൽ മിസ്സായെങ്കിലും OTTയിൽ ഇതിഹാസ തുല്യമായ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത്. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തിട്ടില്ലെങ്കിലും മനസ്സുകളെ സ്പർശിച്ച സിനിമകൾ, ആഘോഷങ്ങളില്ലാതെ എത്തിയെങ്കിലും കാലം കഴിയുന്തോറും കൂടുതൽ വിലപിടിപ്പുള്ളതായി മാറിയ സിനിമകൾ.